ചിരിക്കുന്ന രാജകുമാരി. പണ്ട് പണ്ട് മലകളും പൂന്തോട്ടങ്ങളും നിറഞ്ഞ സുന്ദരമായ ഒരു രാജ്യമുണ്ടായിരുന്നു. അവിടെ ദേവസ്മിത എന്ന ഒരു രാജകുമാരി ജീവിച്ചിരുന്നു. അവളുടെ മുഖത്ത് എപ്പോഴും സുന്ദരമായ ചിരി നിറഞ്ഞിരുന്നു. എത്ര വിഷമം വന്നാലും അവൾ ഒരിക്കലും ചിരി നഷ്ടമാക്കാറില്ലായിരുന്നു. ഒരു ദിവസം രാജാവ്, അതായത് രാജകുമാരിയുടെ അച്ഛൻ ചിന്തിച്ചു, എൻ്റെ മകൾ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാവിയിൽ ഈ രാജ്യം അവൾ എങ്ങനെ ഭരിക്കും? ഒന്ന് പരീക്ഷിക്കാം. അങ്ങനെ 3 പരീക്ഷണങ്ങൾ ഒരുക്കപ്പെട്ടു. ഇക്കാര്യം രാജാവ് രാജകുമാരിയെ അറിയിച്ചു. രാജാവിനോടും രാജ്ഞിയോടും യാത്ര പറഞ്ഞ് രാജകുമാരി കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. അവളുടെ ആദ്യ പരീക്ഷണം ഒരു വലിയ കുഴിയുടെ അരികിലുള്ള സ്ഥലത്തേക്കായിരുന്നു. അവിടെ പാട്ടും നൃത്തവും അനുവദിക്കില്ല. ഭയപ്പെടുത്തുന്ന നിശബ്ദമായ സ്ഥലം. പക്ഷേ അതൊന്നും രാജകുമാരി പരിഗണിച്ചില്ല. അവൾ ഉറക്കെ ചിരിച്ചു. പൂമ്പാറ്റകൾ പോലും ആ ചിരിയിൽ ലയിച്ച് തിളങ്ങിപ്പാറി. കുട്ടികൾ കൈകൾ കൊട്ടി ചിരിച്ചു തുടങ്ങി. ആ ഗ്രാമം മുഴുവൻ ചിരി ഉയർന്നു. രണ്ടാമത്തെ പരീക്ഷണം വളരെ ദുഃഖമുള്ള ഒരു ഗ്രാമത്തിൽ പോകുക എന്നതായിരുന്നു. അവിടെയും അവൾ ആളുകളെ ചിരിപ്പിച്ചു. മൂന്നാമത്തെ പരീക്ഷണം ആരുമില്ലാത്ത മഞ്ഞുപാതയിൽ ദീർഘദൂരം നടക്കുക എന്നതായിരുന്നു. എല്ലായിടത്തും വെള്ള നിറത്തിൽ മഞ്ഞ്. പക്ഷേ രാജകുമാരി മഞ്ഞിൽ മുഖചിത്രം വരച്ചു. ചെറു പൂമൊട്ടുകൾ വിരിഞ്ഞ് പുഷ്പങ്ങളായി. രാജകുമാരി സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. 3 പരീക്ഷണങ്ങളും കഴിഞ്ഞ് രാജകുമാരി കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ രാജാവും രാജ്ഞിയും അഭിമാനത്തോടെ പറഞ്ഞു, മകളെ, നിന്റെ ചിരിയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. അത് നമ്മുടെ ജനങ്ങളെ എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കും. രാജകുമാരിയുടെ വിജയം അവർ ഉത്സവമാക്കി മാറ്റുന്നു. കുട്ടികൾ നൃത്തം ചെയ്യുന്നു. രാജകുമാരി കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് കൈവീശി ആനന്ദത്തോടെ ചിരിക്കുന്നു. ഗുണപാഠം: ചിരി ഒരാളുടെ മനസ്സിൽ സന്തോഷം വിതറുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്.